എല്ലാവരെയും യുപ്ലാന്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡ്രസിയാന റിഫ്ലക്സ എന്ന ചെടിയെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ചെടിയുടെ പൊതുപ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാര മാർഗങ്ങളും ഇന്നിവിടെ പ്രതിപാദിക്കാം. നിങ്ങൾ ചെടിപ്രേമിയാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമായി ഈ ചെടിയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്രസിയാന റിഫ്ലക്സ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. എന്നാൽ ഈ ചെടി സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. അസ്പരാഗാസിയ എന്ന കുടുംബത്തിൽപ്പെട്ടതാണ് ഈ ചെടി. മഡഗാസ്കർ, മൗറീഷ്യസ്, മറ്റ് ട്രോപ്പിക്കൽ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇൻഡോറിലാണെങ്കിൽ 3 അടി മുതൽ 6 അടി വരെ ഉയരം വെക്കാം. എന്നാൽ ഔട്ട്ഡോറിലാണെങ്കിൽ 10 അടി മുതൽ 15 അടി വരെ ഉയരം വെക്കുന്ന ഒരു ചെടി കൂടിയാണിത്. പരിപാലന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ചെടിക്ക് പ്രകാശം ഇഷ്ടമാണെങ്കിലും മിതമായ പ്രകാശമാണ് ഏറ്റവും അനുയോജ്യം. നേരിട്ടുള്ള സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഇലകൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ചെടിക്ക് കുറഞ്ഞ വെളിച്ചത്തിലും വളരാൻ സാധിക്കുന്ന ഒരു ചെടി തന്നെയാണിത്. മണ്ണിൻ്റെ മുകൾ ഭാഗത്ത് 1 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെയൊക്കെ ഉണങ്ങുമ്പോൾ മാത്രം വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അധികം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വേര് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നന്നായി ഡ്രെയിനേജ് ഉള്ള മണ്ണാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. എന്നാൽ കൂടുതലായി ചേരുന്നത് നല്ലതാണ്. ചളിയുള്ള മണ്ണ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. അനുയോജ്യമായ താപനില എന്ന് പറയുന്നത് 18 ഡിഗ്രി മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. മിതമായ ഈർപ്പം ഇഷ്ടമുള്ള ഒരു ചെടി തന്നെയാണിത്. ഉണങ്ങിയ അന്തരീക്ഷത്തിൽ വെള്ളം തളിക്കുന്നത് നന്നായിരിക്കും. വളം നൽകുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വസന്തകാലത്തും വേനൽക്കാലത്തും മാസത്തിലൊരിക്കൽ ലിക്വിഡ് വളം നൽകുന്നത് നന്നായിരിക്കും. മഞ്ഞ പടർന്ന ഇലകളാണെങ്കിൽ വളത്തിൻ്റെ കുറവാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ തണുപ്പ് കാലത്ത് വളം നൽകേണ്ടതില്ല. പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വേരില്ലാത്ത തണ്ടുകൾ മണ്ണിലോ വെള്ളത്തിലോ ഇട്ടാൽ പെട്ടെന്ന് വേര് പിടിക്കുകയും ആ തണ്ട് മണ്ണിൽ നടാവുന്നതുമാണ്. എളുപ്പത്തിൽ പ്രൊപ്പഗേഷൻ സാധ്യമാവുന്ന ഒരു ചെടിയാണ് ഇത്. പ്രധാന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പരിസര ശുദ്ധി ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇലകൾ ചിതറിയേക്കാം. അതേപോലെ തന്നെ കീടങ്ങളായ സ്പൈഡർ മൈറ്റ്സ്, മീലി ബഗ്, സ്കെയിൽ ഇൻസെക്റ്റ് തുടങ്ങിയവയുടെ ആക്രമണം ബാധിക്കാവുന്ന ഒരു ചെടിയാണിത്. മൃദുവായ തുണി ഉപയോഗിച്ച് ഇലകൾ തുടച്ചു നീക്കുന്നത് കീടങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതാണ്. ഗ്രോ ബാഗുകളിലോ ചട്ടികളിലോ അതുമല്ലെങ്കിൽ നിലത്തോ നടാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ചെടി തന്നെയാണ് ഡ്രസിയാന റിഫ്ലക്സ. ഈ ചെടിയെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.